വാട്ട് ഈസ് അപ്പ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് 5 ഡേയ്സിലേക്ക് നീണ്ടുനിൽക്കുന്ന ഒരു ചലഞ്ചായിട്ടാണ് കേട്ടോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. സ്ട്രെയിറ്റ് 5 ഡേയ്സ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ചലഞ്ച് നടക്കുന്നത് എല്ലാ ദിവസവും രാത്രിയാണ്. അതായത് രാത്രി ഞാൻ ഉറങ്ങണേക്ക് മുമ്പ് ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് വേറൊരു റീസണും കൂടിയുണ്ട്. ഈയിടെയായിട്ട് എനിക്ക് ഉറക്കം ഒന്നും അങ്ങോട്ട് പ്രോപ്പർ ആവുന്നില്ല ഗൈസ്. കിടന്നിട്ടാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉറക്കം വരുന്നത്. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നിയ സമയത്തൊക്കെയാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് വിചാരിച്ചത്. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് മൈ സ്ലീപ്പ് ഐ ഡിസൈഡഡ് ടു ഡു 5 മെത്തേഡ് ഗൈസ്. ആ 5 മെത്തേഡ്സ് ഞാൻ 5 ഡേയ്സിലായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് എനിക്ക് ഉറക്കത്തിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. അതായത് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ആ ഒരു എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ എത്രത്തോളമാണ്, പിന്നെ എനിക്ക് വരുന്ന ചേഞ്ചസ്, സ്മോൾ ചേഞ്ചസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്മോൾ ചേഞ്ചസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിക്കോട്ടോ. ഞാൻ പറഞ്ഞ 5 മെത്തേഡിൽ ആദ്യത്തേതാണ് കോൾഡ് ഷവർ ഗൈസ്. കിടക്കുന്നതിന് 15 മിനിറ്റ്സ് മുമ്പ് ഒരു കോൾഡ് ഷവർ എടുക്കാൻ പോവുക. ഈ ഒരു കോൾഡ് ഷവർ ഐഡിയ പറഞ്ഞു തന്നത് AI മച്ചാനാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് AI മച്ചാനോട് പറഞ്ഞപ്പോഴാണ് AI എനിക്ക് ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പല റീസൺസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് ബോഡി ടെമ്പറേച്ചറിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, സ്ട്രെസ് റിലീഫ് ആവും, അങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ റീസൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡ് കോൾഡ് ഷവർ എടുക്കാൻ കാരണം. ആ കോൾഡ് ഷവർ എടുത്തിട്ടുള്ള ആദ്യത്തെ മെത്തേഡായിരിക്കും ഡേ 1 ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡേ 1 ഫസ്റ്റ് മെത്തേഡ് ഗൈസ്. കോൾഡ് ഷവർ എടുത്തിട്ട് ഏകദേശം ഒരു 9:30 മണിയായപ്പോൾ എഴുന്നേറ്റു. 9:30 മണി എന്ന് പറയുമ്പോഴേക്ക് 9:30 ഇന്നൊരു 9.5 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉറക്കം കിട്ടിയായിരുന്നു. ഞാൻ രാവിലെ അലാറം വെച്ചായിരുന്നു, പക്ഷേ അത് ഓഫ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങിയോണ്ട് ഒരു ഇത്തിരി ലേറ്റായി. അതിൽ 9.5 മണിക്കൂർ ഉറക്കം കിട്ടി. അത്യാവശ്യം പെട്ടെന്ന് ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതാണ് കോൾഡ് ഷവർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട്സ്. അതിൻ്റെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് ലെവൽ ഒരു മിഡ് റേഞ്ച് ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ഡേ 2 പോവാം. സെക്കൻഡ് മെത്തേഡാണ് നെയ്ക്കഡായിട്ട് സ്ലീപ്പ് ചെയ്യണം. അതാണ് നമ്മളുടെ സെക്കൻഡ് മെത്തേഡ്. ആ സെക്കൻഡ് മെത്തേഡ് ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ കിടക്കാൻ സമയം എനിക്ക് ഞാൻ നെയ്ക്കഡായിട്ട് സ്ലീപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഡേ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ മോർണിംഗ് ആയി. ഞാൻ രാവിലെ എഴുന്നേറ്റു, കുളിച്ചു. 10 മണി കഴിഞ്ഞു എഴുന്നേറ്റപ്പോഴേക്കും. അപ്പോൾ ഏകദേശം ഒരു 9+ hours ഉറങ്ങി. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-ൽ 3 കൊടുക്കാം നമുക്ക്. ഒരു 3 ആയിരുന്നു എക്സൈറ്റ്മെൻറ്റ് ലെവൽ. പിന്നെ പ്രത്യേകിച്ച് അധികം ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഇപ്പോൾ നേക്കഡായിട്ട് സ്ലീപ്പ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഭയങ്കര ഫ്രീ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങാനായിട്ടും പറ്റും. ഞാൻ അറിഞ്ഞുപോലുമില്ല. ഇപ്പോൾ പെട്ടെന്ന് കിടന്ന ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഡേ 2 മെത്തേഡ് നൈസായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 3 മെത്തേഡും കൂടിയാണ് ബാക്കിയുള്ളത്. മൂന്നാമത്തെ മെത്തേഡ് ഇന്ന് ഞാൻ യൂസ് ചെയ്യും. ഡേ 3 ആണെന്ന്. ഡേ 3 തേർഡ് മെത്തേഡാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് പോണത്. ഡേ 3 നമ്മൾ നൈസ് ആൻഡ് സ്മൂത്തായിട്ട് കടന്നിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടോ, ഇത് ആക്ച്വലി ഇതൊരു വൂണ്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയൊക്കെ പറ്റുമ്പോൾ ബാൻഡേജ് ഇല്ലേ, അതായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ ചെയ്യാൻ പോണ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് യുവർ മൗത്ത്. ഇപ്പോൾ നമ്മൾ ഉറങ്ങണേക്ക് മുന്നേ മൗത്ത് ടേപ്പ് ചെയ്തിട്ട് വേണം ഉറങ്ങാനായിട്ട്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സ്ലീപ്പ് ഇമ്പ്രൂവ് ആവും. നമ്മൾ പലരും ഉറങ്ങിക്കഴിയുമ്പോഴേക്ക് ഒന്നല്ലെങ്കിൽ ഈ ഒരു സംഭവം മൊത്തത്തിൽ അടഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ഒരു ഹോള് മാത്രമേ വർക്കാവുള്ളൂ ചില സമയത്ത് രാത്രി ഉറങ്ങാൻ നേരത്ത്. ഇൻ കേസ് 2 അടഞ്ഞു പോയി കഴിഞ്ഞാലോ നമ്മൾ വായക്കൂടി ശ്വാസം എടുക്കും. വായക്കൂടി ശ്വാസം എടുക്കുന്നത് അത്ര ഹെൽത്തിയർ ആയിട്ടുള്ള സംഭവമെന്ന് തോന്നുന്നില്ല. മൗത്ത് ടേപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇത് വാങ്ങാനായിട്ട് കിട്ടും. അതാണെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് സീ ത്രൂ ആയിട്ടൊരു സംഭവമാണ്. അതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങണേക്ക് മുമ്പ് ഒട്ടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ പൊളിച്ച് കളയാം. നൈസ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും. അതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. ഇതൊന്നും ഒട്ടിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് എൻ്റെ കയ്യിൽ വേറെ മൗത്ത് ടേപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്.
അപ്പോൾ ഡേ 3 മോർണിംഗ് ആയിട്ടോ. രാവിലത്തെ എഴുന്നേറ്റപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് ലെവൽ എനിക്ക് 4 കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് അറിയില്ല, എഴുന്നേറ്റപ്പോൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 5-ൽ 4 കൊടുക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവലിൻ്റെ കാര്യത്തിൽ. പിന്നെ മൗത്ത് ടൈപ്പ് ചെയ്തിട്ട് കിടന്നപ്പോൾ എനിക്ക് വന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടുവായി ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. രാത്രി ചില സമയത്ത് എനിക്ക് കോട്ടുവായി ഇടണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഉറങ്ങണേക്ക് മുമ്പ് ലൈക്ക് നോർമലി ഇങ്ങനെ കിടന്ന് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കോട്ടുവായി വന്നു. കോട്ടുവായി ഇടാൻ പറ്റത്തില്ല, മൗത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കണല്ലേ, ഇവിടെ നിന്ന് എങ്ങനെ കോട്ടുവായി ഇടാൻ. അപ്പോൾ ആ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി എഴുന്നേറ്റ് കഴിച്ചു. രാത്രി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഞാൻ എഴുന്നേറ്റ്. രാത്രി ഡീഹൈഡ്രേറ്റ് ആയിട്ട് എഴുന്നേറ്റ് അതെന്താണെന്നറിയില്ല, ഇത് ഒട്ടിച്ചേക്കണോണ്ടാണോ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഞാൻ രാത്രി എഴുന്നേറ്റ് 1 ടണ്ണ് വെള്ളം കുടിച്ച്. അപ്പോൾ അതാണ് ടേപ്പ് ഒട്ടിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടേപ്പ് റെക്കമെൻഡ് ചെയ്യും, കാരണം അത് ഒട്ടിച്ചേണ്ട് കിടന്നപ്പോഴേക്കും കംപ്ലീറ്റ്ലി നോസി കൂടിയാണ് ബ്രീത്ത് എടുത്തുകൊണ്ടിരുന്നത്. അതൊരു നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ടേപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ വലിച്ചു കയറാൻ നേരത്ത് ഹെർട്ടായി. അങ്ങനെ നമ്മൾ ഡേ 4ലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 മെത്തേഡും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ. ഞാൻ കഴിഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നെക്സ്റ്റ് മെത്തേഡ് എന്തായിരിക്കും എന്നുള്ളത്. നെക്സ്റ്റ് മെത്തേഡ്, അതായത് ഇന്ന് യൂസ് ചെയ്യാൻ പോണത് ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് വിയേർഡ്. ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാകുന്ന അറിയില്ല, എങ്കിലും ഇതാണ് ഇന്നത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉറങ്ങണേക്ക് ഒരു 15 മിനിറ്റ്സ് മുമ്പ് സ്ട്രെച്ച് ചെയ്തിട്ട് ഉറങ്ങണം. അതായത് പല കൈൻഡ് ഓഫ് സ്ട്രെച്ചസ് ഉണ്ടാവുമല്ലോ. ഞാൻ ഒരിക്കലും വർക്കൗട്ടല്ല പറയുന്നത്, പകരം സ്ട്രെച്ച് ചെയ്യുക. ബോഡി ഫുള്ള് റിലാക്സ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് മസിൽസ് എല്ലാം ലൂസ് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങുക. അതായത് ഒരു 15 മിനിറ്റ്സ് ഉറങ്ങണേക്ക് ഒരു 15 മിനിറ്റ്സ് മുമ്പ് സ്ട്രെച്ചൊക്കെ ചെയ്ത് സെറ്റായിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് പിറ്റേ ഒരു നേരിട്ടുള്ള റിസൾട്ട്സ് ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാലോ, നോക്കോ എടുത്തുകൊണ്ട് പോക്കോ ഇനി തന്നെ. ഓൾ റൈറ്റ്. അപ്പോൾ സ്ട്രെച്ച് ചെയ്തെല്ലാം കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഇന്ന് കുഴിമന്തി കൂടി കഴിച്ചതായിരുന്നു. ചത്തിയെത്തിയെത്ത്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യേണ്ടെന്ന് തോന്നിപ്പോയി. എനിവേ ചലഞ്ച് കിടക്കാൻ പോട്ടെ, എനിക്ക് ആകെ ഉറക്കം വരുന്നു. ഓൾ റൈറ്റ്, അപ്പോൾ നാളെ കാണാം. ബൈ. 24 hours later. സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഒരു 8:45 ആയപ്പോഴേക്കും എഴുന്നേറ്റ് 12 മണിയായി കിടന്നപ്പോഴേക്കും പെട്ടെന്ന് ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഡേ. ആ ദിവസം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രാവലിംഗ് ആയിരുന്നു. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും പെട്ടെന്ന് ഉറങ്ങിപ്പോയത്. സ്ട്രെച്ച് ചെയ്തപ്പോഴേക്കും കുറച്ച് റിലാക്സ് ഫീൽ ചെയ്ത് ജസ്റ്റ് റിലാക്സ് ആയിട്ട് കിടക്കാൻ പറ്റി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എക്സൈറ്റ്മെൻറ്റ് ലെവൽ എന്ന് പറയാനായിട്ട് ഐ വുഡ് ഗീവ് 3 അഗെയിൻ. ഇപ്പോൾ ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിക്കാതെ ആണെങ്കിൽ സ്ട്രെച്ച് ചെയ്തിട്ട് കിടക്കണം ബെറ്റർ ആയിരിക്കും. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഡേ 5ലേക്ക് നമുക്ക് പോകാം. ഡേ 5, ദി ലാസ്റ്റ് ഡേ ഗൈസ്. നമ്മൾ ഈ കണ്ട 4-5 മെത്തേഡ്സ് യൂസ് ചെയ്ത് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ചലഞ്ച് വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ദിവസമാണ് ഗൈസ് ഇന്ന്. സോ ഇന്നത്തെ മെത്തേഡ് എന്താണെന്നല്ലേ, ഇന്നത്തെ മെത്തേഡ് ഒരു കോമൺ മെത്തേഡാണ്. കുറേ ആൾക്കാർക്ക് ബുക്ക് വായിക്കുന്ന ഒരു ഹോബി ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ബുക്കൊക്കെ എഫക്റ്റീവായിട്ട് തോന്നുന്നത് രാത്രി തന്നെ ആയിരിക്കും. സോ ഇന്ന് നമ്മുടെ മെത്തേഡും അത് തന്നെയാണ്. എനിക്ക് ഉറക്കം വരുന്നവരെ ഞാൻ ബുക്ക് വായിക്കണം. എൻ്റെ കയ്യിൽ അങ്ങനെ ഫാൻസി ആയിട്ടുള്ള ഹാരി പോട്ടർ ടൈപ്പ് ബുക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ആകെ ഒരേ ഒരു ബുക്കേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വായിക്കാനായിട്ട് പറ്റിയത്. സോ ഞാൻ അതുകൊണ്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക്, സൈക്കോളജി ഓഫ് മണി ബൈ മോർഗൻ ഹൗസൽ. എന്തായാലും ഉറക്കം വന്നവരിരുന്ന് വായിക്കാം. ഓൾ റൈറ്റ്, ഞാനിവിടെ വായിച്ച് നിർത്തിയെന്ന് നോക്കട്ടെ. ടെയിൽസ് യു വിൻ. എനിക്ക് ഇനി ഇവിടെ തൊട്ടാണ് കേട്ടോ വായിക്കാനുള്ളത്. ഇരുന്ന് വായിച്ചു തുടങ്ങട്ടെ. ഞാൻ എന്നെ തന്നെ കംഫർട്ടബിൾ ആക്കട്ടെ. ഉറക്കം തൂങ്ങിയിട്ട് വയ്യ, ഉറക്കം വന്നിട്ട് വയ്യ. നമ്മൾ 6th ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതായത് നമ്മൾ 6th കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 7th കടന്ന്. സോഷ്യൽ 7th ഞാൻ വായിക്കുന്നില്ല, എനിക്ക് ഓൾറെഡി സ്ലീപ്പി ഫീലിംഗ് വന്നു. ദിസ് വാസ് എ ഗുഡ് മെത്തേഡ് ആക്ച്വലി. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് നോക്കിയാലും മതി. ഇതിൻ്റെ 2x ഫാസ്റ്റിൽ നമുക്ക് ഉറക്കം വരുന്നതായിരിക്കും. സോ ഐ ഗെസ് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവലും കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം ബുക്കല്ലേ വായിച്ചത്. വേറെ നമ്മൾ ഭയങ്കര എഫക്റ്റീവായിട്ടൊന്നും വേറെ ഒന്നും ചെയ്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ.
എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും.